ഇന്ന് സദ്യ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പ്, 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പും വൃത്തിയാക്കി കട്ട് ചെയ്ത ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളി, 4 അമരയ്ക്ക ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. ഇനി വെള്ളരി, പടവലം, മുരിങ്ങയ്ക്ക, ഉരുളൻകിഴങ്ങ്, മത്തൻ, കത്തിരിക്ക, ക്യാരറ്റ്, കുമ്പളം നന്നായി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ സാദാ ചില്ലി, 4 സ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 തൊണ്ടൻ മുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. നെല്ലിക്ക വലുപ്പത്തിലെടുത്ത പുളിവെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത 5 വെണ്ടയ്ക്ക നന്നായി വഴറ്റി ഇതിലേക്ക് ഇടാം. ഇനി വേവിച്ചെടുത്ത പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. കഷ്ണങ്ങളെല്ലാം വെന്തു ലോ ഫ്ലെയിം ആക്കാം. കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ശർക്കരയും ചേർത്ത് മിക്സ് ചെയ്യുക. സാമ്പാർ റെഡിയായി. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ ഉലുവ, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് ചൂടാക്കി കടുക് താളിച്ച് സാമ്പാറിലേക്ക് ഒഴിക്കാം. സദ്യ സാമ്പാർ റെഡിയായി.